ഹലോ നമസ്കാരം. വീണ്ടും ഒരു ഓൺട്രമയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇത്തവണ ഫ്ലേവർ ചോക്ലേറ്റും ഓറഞ്ചുമാണ്. ഇങ്ങനെ ഓൺട്രമ ചെയ്യാൻ വേണ്ടി മാത്രം വല്ല കഫേയിലോ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചണിലോ ഒക്കെ ജോലി ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു പേസ്ട്രി ഷെഫിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട്. കാരണം അത്രയും അധികം എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അത്രയ്ക്കധികം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പണിയാണിത്. ഒരു ഹോം ബേക്കറിൻ്റെ സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഒരു ഓൺട്രമെ പോലത്തെ ഐറ്റം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ മെനക്കെടൊന്നുമല്ല. അത് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ലാസ്റ്റിൽ ചെയ്തിട്ടുള്ളൊരു ഓൺട്രമയുടെ വീഡിയോ ഇട്ട സമയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറേ പേര് എന്നോട് പ്രൈസ് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇൻബോക്സ് മുഴുവനും പി പി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നുകൊണ്ടിരുന്നത്. അത് കുറച്ചൊന്ന് എനിക്ക് ഇതുവരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു. ഈ അടുത്തപ്പോഴോ ഒരു പേസ്ട്രി ഷെഫിൻ്റെ, അതായത് പുറത്തുള്ള ഒരാളുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുള്ള ഒരാളുടെ കമൻറ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺട്രമ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വർക്ക് വരുന്നതെന്നുള്ളത് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ കമൻറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ആൾക്കാർക്ക് ഇത് അറിയാം, അതായത് ഇത് ഇത്രയും അധികം വർക്ക് വരുന്നതാണ്. അത് തന്നെ ഇതിനെ എക്സ്പെൻസീവ് ആക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും നമ്മൾ ഇതിൻ്റെ ഓതൻറ്റിക് പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ അങ്ങേയറ്റം ബെസ്റ്റ് ബ്രാൻഡായിരിക്കും. ഇൻഫാക്റ്റ് ഞാൻ അത് തന്നെയാണ് കേക്കിലും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഓൺട്രമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കേക്കിൽ വരുന്നതിനേക്കാളും 3 ഇരട്ടി അധികം വർക്ക് വരും, അല്ലെങ്കിൽ 4 ഇരട്ടി അധികം വർക്ക് വരുന്നതാണ്. റിസ്ക് ആണെങ്കിൽ കണ്ടമാനുണ്ട്. ഒരു കേക്കൊക്കെ നമുക്ക് ചെയ്യുമ്പോഴേ അറിയാം, ഓക്കെ ഇതെന്താണെങ്കിലും നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓൺട്രമ എന്ന് പറയുമ്പോൾ ഡിമോൾഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അവസ്ഥ, അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഗ്ലേസും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഡെക്കറേഷനും കൂടെ ചെയ്ത് തീരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഒന്നും പറയണ്ട. പ്രത്യേകിച്ചും ഇത് ആണ്ടിലൊരിക്കലോ മറ്റോ ചെയ്യുന്ന ഒരു സാധാരണ ഹോം ബേക്കറിനെ സംബന്ധിച്ച് BP ഹൈ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. പിന്നെ ഇന്നത്തെ ഓൺട്രമേ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിയക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. എടപ്പള്ളിയാണ് ലിയയുടെ വീട്. ലിയയുടെ മദറിൻ്റെ ബർത്ത്ഡേക്കാണ്. മദറിന് ചോക്ലേറ്റ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ. അങ്ങനെ നല്ല കിഡിലൻ ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള ഓൺട്രമയാണ്.